ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ ആരോഗ്യമന്ത്രി നടത്തിയ ഒരു പ്രസ്താവനയായിട്ട് വന്നതാണ്. ഇതിൽ ബഹുമാനപ്പെട്ട മന്ത്രി ആംബുലൻസ് ഡ്രൈവർമാരെയാണ് കുറ്റം പറയുന്നത്. പക്ഷേ അവരല്ല യഥാർത്ഥ ഇടനിലക്കാർ. പലയിടത്തും OP കൺസൾട്ടേഷൻസ് നടത്തുന്ന ഒരു കൂട്ടം ഡോക്ടേഴ്സാണ് ഏറ്റവും വലിയ ഇടനിലക്കാർ. വലിയ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് സർജറി റെഫർ ചെയ്യുന്നതിൽ നിന്നും 15% മുതൽ 20% വരെയാണ് ഇവർ കമ്മീഷൻ കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിലെ ലാബുകൾ മുതൽ നമ്മുടെ ആശുപത്രികൾക്ക് അടുത്തുള്ള ഓട്ടോക്കാരന്മാർ വരെ ഈ ചങ്ങലയിൽ കണ്ണികളാണ്. ഇങ്ങനെ നമുക്കിടയിലുള്ള പലരും ഹോസ്പിറ്റലിൻ്റെ ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് നമ്മുടെ ബഹുമാന്യായ ആരോഗ്യമന്ത്രിയോടാണ്. നിങ്ങൾ ഈ പറയുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഈ പ്രൈവറ്റ് ഭീമന്മാരുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് കേരള ജനതയെ രക്ഷിക്കാൻ ഏറ്റവും നല്ല മാർഗം നമ്മുടെ സ്വന്തം ഗവൺമെൻറ് ആശുപത്രികളെ, സർക്കാർ ആശുപത്രികളെ നവീകരിച്ച് ശക്തിപ്പെടുത്തുക എന്നതാണ്. ഇനി അതിന് സർക്കാരിൻ്റെ കയ്യിൽ പണം തികയില്ല, പണമില്ല എന്നാണെങ്കിൽ നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ മാതൃകയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ നമ്മുടെ സർക്കാർ ആശുപത്രികളെ നമുക്ക് നവീകരിക്കാം. ചികിത്സ സർക്കാർ വിഭാഗത്തിൽ സൗജന്യമായിട്ട് കൊടുക്കാം. രോഗിയുടെ താമസ സൗകര്യങ്ങൾ, മറ്റ് സർവീസുകളും സ്വകാര്യ പങ്കാളിക്കും പോകുന്ന രീതിയിൽ ചെയ്താൽ മതി. വരുമാനത്തിൻ്റെ നിശ്ചിത ശതമാനം പരസ്പരം ഷെയർ ചെയ്താൽ പോലും സ്വകാര്യ പങ്കാളിക്ക് ലാഭമായിരിക്കും, ഗവൺമെൻറ്റിനും ലാഭമായിരിക്കും. ഈ വിഷയത്തിൽ നമ്മുടെ മന്ത്രിക്കോ അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന മറ്റാർക്കെങ്കിലുമോ താല്പര്യമുണ്ടെങ്കിൽ ഇതിനെ കൃത്യമായ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടായിട്ട് തന്നെ ഞാൻ സമർപ്പിക്കാം. നമ്മുടെ കേരള ആരോഗ്യ മാതൃക ലോകത്തിന് തന്നെ മാതൃകയാവട്ടെ. പത്രസമ്മേളനത്തിൽ കയ്യടി നേടാനുള്ള ഡയലോഗുകൾക്കും വാഗ്ദോരണങ്ങൾക്കും അപ്പുറം നമുക്കും നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കുമുള്ള ആരോഗ്യത്തിൻ്റെയും അവരുടെ ജീവൻ്റെയും മേലെയാണ് ഈ പറയപ്പെടുന്ന വലിയ മുതലാളി കൈകൾ വന്ന് പതിച്ചിരിക്കുന്നത് എന്ന ആത്മാർത്ഥ ബോധ്യത്തോടു കൂടിയിട്ട് ഇതിനെ സമീപിക്കണമെന്ന് ഞാൻ അധികാരികളോടും പൊതുജനത്തോടും അഭ്യർത്ഥിക്കുകയാണ്.